അലർജിയുള്ള ആൾക്കാർക്ക് സ്വന്തം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എവിടുന്നാ എനിക്ക് ഇതിന് മാത്രം കഫം, എപ്പം നോക്കിയാലും മൂക്കുന്ന് ഒലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ കൂടെ കഫം വരുന്നുണ്ട്, അല്ലെങ്കിൽ പലരും കളിയാക്കിയിട്ടുണ്ടാവും നിനക്ക് എവിടുന്ന ഇതിന് മാത്രം കഫം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊരു ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് അലർജിയുള്ള ആൾക്കാർ. ഇത് പറയാൻ കാരണം, അലർജിയുള്ള ആൾക്കാർക്ക് അറിയാം നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ തണുപ്പൊക്കെ കയറുന്ന സമയത്ത് ആ, എന്ത് പറ്റും, നമുക്ക് കുറച്ച് തുമ്മലുണ്ടാവും, മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ കാരണം, പറ്റാത്ത സാധനങ്ങൾ ശരീരത്തിൽ കയറുമ്പോൾ ബോഡിയിൽ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് ഉണ്ടാവുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, ഈ ഹിസ്റ്റമിൻ റിലീസ് കൂടുന്ന സമയത്ത് മൂക്കിലുള്ള നേസൽ ഇതുണ്ടല്ലോ, മ്യൂക്കസ് മെമ്മറൈൻ, അത് ഒന്ന് വീർക്കും. അതായത് ഒരു ഇൻഫ്ലമേഷൻ ആയിട്ടുള്ള ഒരു വീർക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. എന്തിന്? നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അലർജൻസിനെ ഇത് ട്രാപ്പ് ചെയ്ത് ഇത് പുറത്തേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, മൂക്കിൻ്റെ അകത്തേക്ക്, ഉള്ളിലേക്ക്, ലങ്സിലേക്കൊന്നും എത്താതെ ഇത് തടുത്ത് ഇതിനെ പുറത്തേക്കാണ്. അപ്പോൾ ഒരു തരത്തിൽ ഈ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മൂക്കടപ്പാണ് മൂക്കൊലിപ്പിനേക്കാൾ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മൂക്കൊലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി കുറേയൊക്കെ സേഫാണ്. ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് ശരീരത്തിന് നല്ലതാണെന്നുള്ളത് മനസ്സിലാക്കുക.